എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ആർട്ടിക്കിൾസ് എങ്ങനെ നമുക്ക് കോഡ് വെച്ച് നല്ല രസകരമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് എല്ലാം തന്നെ എന്താണ് പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒന്നുണ്ട്, ആർട്ടിക്കിൾസ് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ആർട്ടിക്കിൾസ് ആണ് ബുദ്ധിമുട്ടുള്ളതെന്ന്. നമ്മുടെ ഈ സീരീസിലുണ്ടല്ലോ, നമ്മൾ ആർട്ടിക്കിൾസ് കോഡ് വെച്ച് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത്തിരി വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് അല്ലെ. അപ്പൊ ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ ആർട്ടിക്കിൾസ് നമുക്ക് എങ്ങനെ ഒന്ന് കോഡ് വെച്ച് ഒരു കഥ പോലെ ഓർത്തിരിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങ് കഥയിലേക്ക് പോവാം അല്ലെ. നമ്മുടെ കഥാനായിക എന്ന് പറയുന്നത് മൗലിക എന്ന് പറയുന്നതാണ് നമ്മുടെ കഥാനായിക. നമ്മുടെ ക്യാരക്ടറിന്റെ പേര് മൗലിക എന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെയാണ്? മൗലിക അവകാശങ്ങൾ എന്നാണ് അല്ലെ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര് എന്താണ്? മൗലിക എന്നാണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ മൗലികയ്ക്ക് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൗലികയുടെ ഏജ് എന്ന് പറയുന്നത് 14 വയസ്സാണ്. മൗലികയുടെ ഏജ് എന്ന് പറയുന്നത് 14 വയസ്സിലാണ്. മൗലികയ്ക്ക് 14 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൗലികയുടെ ജീവിതത്തിലൂടെ നമ്മൾ ആർട്ടിക്കിൾസിനെ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ 14 വയസ്സ് തൊട്ട് എന്താണ്, മൗലികയ്ക്ക് വീട്ടിൽ ഇക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. കാരണം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ അഭിപ്രായത്തെ ഒന്നും ആരും വലിയ വില വയ്ക്കത്തില്ല. അപ്പോൾ 14 വയസ്സ് തൊട്ട് വീട്ടിൽ എന്താണ്, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ ഒന്നുമില്ലാത്ത ഒരു ഇനിക്വാലിറ്റി ആണ് മൗലികയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ 14 തൊട്ട് 18 വയസ്സ് വരെ, 14 തൊട്ട് 18 വയസ്സ് വരെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒന്ന് മൗലികയുടെ വീട്ടിൽ മൗലികയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇനി 18 വയസ്സ് കഴിഞ്ഞപ്പോഴോ, 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾക്ക് എന്താണ്, പ്രായപൂർത്തിയായ ഏജ് ആണ് അല്ലെ. 18 വയസ്സെന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന ഏജ് ആണ്. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞ് ഒരു 19 വയസ്സ് തൊട്ട് അവർക്ക് ഫ്രീഡം കിട്ടി തുടങ്ങി, സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങി. അവരുടെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട്, പ്രായപൂർത്തി ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് എന്താണ്, മൗലികയ്ക്ക് ഒരു ഫ്രീഡം കിട്ടി തുടങ്ങി. അതുവരെ ഇക്വാലിറ്റി ഇല്ലാതെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എന്താണ്, ഫ്രീഡം കിട്ടി തുടങ്ങി, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങി. അപ്പൊ 19 തൊട്ട് 22 വരെ എന്താണ്, അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ നാളുകളായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയതാണ് അവളുടെ 18 വയസ്സ് കഴിഞ്ഞ്. പിന്നെ 19ലേക്ക് കടന്നപ്പോൾ തൊട്ട് 19 തൊട്ട് 22 വരെ അവർക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം, സന്തോഷം ഒക്കെ കിട്ടി തുടങ്ങിയ ഒരു ഏജ് ആയിരുന്നു. അങ്ങനെ 22ാമത്തെ വയസ്സിൽ അവളുടെ കല്യാണം കഴിയാണ്. എത്രാമത്തെ വയസ്സിലാണ്? 22ാമത്തെ വയസ്സിൽ അവളുടെ കല്യാണം കഴിയാണ്. മറ്റൊരു മതത്തിൽപ്പെട്ട ആളുമായിട്ടാണ് അവളുടെ കല്യാണം കഴിയുന്നത്. അപ്പൊ അതോടുകൂടി എന്താണ്, മൗലിയുടെ ജീവിതത്തില് ചൂഷണത്തിന് വിധേയമാവേണ്ടി വന്നു. 23ഉം 24ഉം എന്താണ്, അവളുടെ ചൂഷണത്തിന്റെ നാളുകളായിരുന്നു. അവളുടെ ഏജിൽ 22ാമത്തെ ഏജിൽ അവൾ കല്യാണം കഴിഞ്ഞ് പിന്നെ എന്താണ്, 23ഉം 24ഉം ഏജ്, അവളുടെ 23 തൊട്ട് 24 വരെയുള്ള ആ കാലഘട്ടം എന്താണ്, അവൾക്ക് ചൂഷണത്തിന്റെ നാളുകളായിരുന്നു. കാരണം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു, വീട്ടിൽ നിന്നായാലും ഒക്കെ എന്താണ്, ഒരു ചൂഷണം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ. അവൾ ചൂഷണം ചെയ്യപ്പെട്ട നാളുകളായിരുന്നു. ഏതാണ്, 22ലാണ് അവളുടെ കല്യാണം കഴിയുന്നത്. 23ഉം 24ഉം ചൂഷണത്തിന്റെ ദിനങ്ങളായിരുന്നു. പക്ഷെ ഒരു 24 ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ 25 ആയപ്പോൾ കുറച്ചുകൂടി എന്താണ്, കാര്യഗൗരവമൊക്കെ വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, കുറച്ചുകൂടി മെച്ചോർഡായി ആള്. 25ാമത്തെ വയസ്സിൽ എന്താണ്, 25ാമത്തെ വയസ്സിൽ ആള് കുറച്ചുകൂടി മെച്ചോർഡായി, കുറച്ചുകൂടി എന്താണ്, കാര്യഗൗരവമൊക്കെ വന്നു. കുറച്ചുകൂടി എന്താണ്, ലോകവിവരമൊക്കെ വന്നു. അപ്പൊ മനസ്സിലായി മതത്തിലൊന്നും വലിയ കാര്യമില്ല, മതത്തിന്റെ പേരിലൊക്കെ ഒരു കാര്യമില്ല. എന്താണ്, മനുഷ്യത്വമാണല്ലേ ഏറ്റവും വലുത്. അപ്പൊ മതം എന്ന് പറയുന്ന ഒന്നില്ല, മതസ്വാതന്ത്ര്യമാണ് വലുത്, മതത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് എന്താണ്, 25ഉം 28ഉം റൈറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, മതത്തിലൊന്നും വലിയ കാര്യമില്ല, മതസ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ 25ാം വയസ്സ് തൊട്ട് എന്താണ്, അവക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. എന്തില്? മതത്തില് വലിയ കാര്യമില്ല, മതസ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന്. ഇതോടുകൂടി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? മൗലികയുടെ കഥ വെച്ച് നമ്മൾ പഠിച്ച, നമ്മുടെ കഥാപാത്രമായ മൗലികയുടെ കഥ വെച്ച് നമ്മൾ പഠിച്ച ആർട്ടിക്കിൾസ് ഇത്രയാണ്. 14 to 18 ഇക്വാലിറ്റിനെ കുറിച്ച് പറയുന്നു. 14ാമത്തെ വയസ്സിലാണല്ലേ നമ്മുടെ മൗലികയുടെ കഥ സ്റ്റാർട്ട് ചെയ്തത്. 14ാമത്തെ വയസ്സിലാണ്.
14-18 ഇക്വാലിറ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഓക്കെ ഇക്വാലിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. 18ാമത്തെ വയസ്സിൽ അവൾക്ക് എന്താണ് പ്രായപൂർത്തിയായി. 19ാമത്തെ വയസ്സ് തൊട്ട് അവൾ എന്താണ് സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങി. 19-22 ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു അല്ലെ, ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു. പിന്നീട് 22ാമത്തെ വയസ്സിൽ അവളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതോടെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിനെയാണ് കല്യാണം കഴിച്ചത്. 23-24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഒരുപാട് ചൂഷണങ്ങൾ ചെയ്യപ്പെട്ടു അല്ലെ. 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 23 വയസ്സ് തൊട്ട് അവള് ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. 23-24 എന്താണ് അവൾക്ക് ചൂഷണത്തിന്റെ നാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 25ാമത്തെ വയസ്സിൽ അവൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. 25 തൊട്ട് 28 വരെയുള്ള വയസ്സ് അവൾക്ക് തിരിച്ചറിവിന്റെ ദിനങ്ങളായിരുന്നു. മതത്തിലൊന്നും വലിയ കാര്യമില്ല, മതസ്വാതന്ത്ര്യമാണ് വലുതെന്ന് പറഞ്ഞു. അങ്ങനെ മതസ്വാതന്ത്ര്യമാണ് അവൾക്ക് തിരിച്ചറിവുണ്ടായി, കുറച്ചുകൂടി ലോകവിവരം ഉണ്ടായി അല്ലെ. അപ്പൊ ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പം ആർട്ടിക്കിൾസ് നമ്മൾ ക്ലിയർ ആയി. 14-18 ഇക്വാലിറ്റിനെ കുറിച്ച് പറയുന്നു. 19-22 ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു. 23-24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നു. 25-28 ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്നു. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗത്ത്, മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കഥയുടെ രൂപത്തിൽ, മൗലികയുടെ കഥയുടെ രൂപത്തിൽ നമ്മൾ പഠിച്ചെടുത്തു. ഇത് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ലെന്ന് ഉറപ്പാണ്. അപ്പൊ ഇത്തരത്തില് കുറച്ചധികം പൊളിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ആർട്ടിക്കിൾസ് ഈ സീരീസിൽ ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.